എവ്രിവൺ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് നിലക്കടല വെച്ചിട്ട് ഒരു സ്വീറ്റാണ്. അപ്പോൾ നമ്മൾ ബേക്കറിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും കാജു കട്ട്ലി, നല്ല വിലയാണ് അതിന്, 1 കിലോന് 1000-ന് മേലെ വിലയുണ്ട്. അപ്പോൾ നമുക്ക് നിലക്കടല വെച്ചിട്ട് അതേ സ്വീറ്റ് തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 500 ഗ്രാം നിലക്കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പ് അളവ് പറയുകയാണെങ്കിൽ 2 കപ്പ് നിലക്കടല ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വറുത്ത് നിലക്കടലയാണ് കേട്ടോ. വറുക്കാത്തതാണെങ്കിൽ ഒന്ന് ചെറിയ തീയിൽ വറുത്തെടുക്കണം. എന്നിട്ട് ചൂടാറിയ ശേഷം വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇനി വേണ്ടത് പഞ്ചസാര, 1 കപ്പ് പഞ്ചസാര, പിന്നെ 1/2 കപ്പ് പാൽപ്പൊടി. ഇത്രയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ അളവ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ 1 കപ്പാണ് കടല എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് പാൽപ്പൊടി, അങ്ങനെ. അപ്പോൾ 2 കപ്പ് എടുത്തുകൊണ്ട് 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് പാൽപ്പൊടി. പിന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒന്നിച്ചിട്ട് കടല അങ്ങനെ പൊടിക്കാൻ പറ്റില്ല. പൊടിച്ച് കഴിഞ്ഞാൽ അതിന് എണ്ണ റിലീസായിട്ട് ആകെ വഴുവഴുത്ത പോലെ ആയിപ്പോവും. അപ്പോൾ കുറച്ച് കടല എടുക്കുക, അതിലേക്ക് കുറച്ച് പാൽപ്പൊടി ഇടുക. എന്നിട്ട് ഇങ്ങനെ മിക്സിയിലൊന്ന് പൾസ് ചെയ്യില്ലേ, അങ്ങനെ ഒറ്റ സെക്കൻഡ്, അങ്ങനെ ഒരു 3 സെക്കൻഡ് അടിക്കുക. എന്നിട്ട് അരിച്ചെടുക്കുക. കുറേ സമയത്ത് അടിച്ച് കഴിഞ്ഞാൽ കടല അങ്ങനെ ഒരു എണ്ണ ആയിട്ട് ഒരുമാതിരി ആയിപ്പോവും. അപ്പോൾ ഇങ്ങനെ ഇതുപോലുള്ള ഒരു അരിപ്പയിൽ അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അരിച്ചിട്ട് ബാക്കി വരുന്ന ഈ സാധനം അടുത്ത ട്രിപ്പ് നമ്മൾ കടല പൊടിക്കുമ്പോൾ അതിലേക്ക് ചേർത്താൽ മതി. ഏറ്റവും അവസാനം കിട്ടുന്നത് നമുക്ക് മാറ്റി വെക്കാം. മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവൽ മിൽക്കോ അല്ലെങ്കിൽ ചട്നി ഉണ്ടാക്കാനൊക്കെ മാറ്റി വെക്കാം. ഇനി പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കുക. നമുക്ക് അതിൻ്റെ പാനിയാക്കി എടുക്കണം. ഒറ്റ നൂൽ പരുവം വരെ തിളപ്പിക്കണം കേട്ടോ. അത് ഇതുപോലെ 1 സ്ട്രിങ് ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കിയ ശേഷമാണ് ഞാൻ ഈ പൊടി ചേർക്കുന്നത് കേട്ടോ. മുഴുവനായിട്ട് നമ്മൾ അരിച്ചെടുത്ത മുഴുവൻ പൊടിയും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. പൊടി ഇട്ടിട്ട് നമുക്കിങ്ങനെ അതൊന്ന് മിക്സ് ചെയ്യാൻ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫാണ് കേട്ടോ. ഇനി നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കുക. അതിങ്ങനെ തിക്കായി വരും നമ്മൾ ഇളക്കും തോറും. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്തത്. ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക. പിന്നെ ഒരു 1.5 സ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ ചേർത്താലും മതിയാവും കേട്ടോ. ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. നെയ്യ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കുക കേട്ടോ. അതിന് ചൂടാറും തോറാണ് അത് തിക്കായിട്ട് വരിക. അപ്പോൾ നമ്മൾ ഇളക്കിയിട്ട് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പോലെ ഒന്നും ആവില്ലേ, ആ ഒരു സമയമാകുമ്പോൾ നമുക്കത് ഇളക്കണം നിർത്തത്. ഇങ്ങനെ ഒന്ന് പരത്തി ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ചൂടാറി വരും. അല്ലെങ്കിൽ ഫാനിൻ്റെ ചോട്ടിൽ വെച്ചാലും മതി. ഇപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പോലെ ആയില്ലേ, അപ്പോൾ അത് നമുക്ക് കുറച്ച് നേരം ആറാൻ വെക്കുക. ചൂടാറിക്കഴിഞ്ഞാൽ ഇതുപോലെ മാവ് പോലെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഒന്നും അതിൽ വെള്ളം ഒന്നും ചേർക്കേണ്ട, അത് തന്നെ ഇങ്ങനെ ഡോ ആയിട്ട് വരും. ഇനി അതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് ചൂടാറിക്കഴിഞ്ഞാൽ നല്ല ഹാർഡാവും കേട്ടോ. അപ്പോൾ പരത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ചെറിയൊരു ചൂടുണ്ട്, വളരെ ചെറിയ ചൂടിലാണ് ഞാനിപ്പോൾ പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു സിലിക്കോണിൻ്റെ ഇതുപോലെ ഷീറ്റോ അതല്ലെങ്കിൽ ബട്ടർ പേപ്പറോ വിരിച്ചിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പരത്തുമ്പോൾ അതിൽ കുറച്ച് നെയ്യ് തേച്ചാലും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. എളുപ്പത്തിൽ തന്നെ വരും. അപ്പോൾ ഞാൻ ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആക്കി എടുക്കണം, സ്കെയിൽ വെച്ചൊക്കെ വരഞ്ഞിട്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് സിൽവർ വാക്ക് ചേർക്കുക. അത് നിർബന്ധമില്ല, എഡിബിളാണ് കേട്ടോ. നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്. അതിങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളത് പതുക്കെ സൂക്ഷിച്ചിട്ട് വേണം അതിലാക്കാൻ, അല്ലെങ്കിൽ മൊത്തം കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതല്ലെങ്കിൽ ഇങ്ങനെ പീസായി പോവും. അങ്ങനെ അത് ആക്കിയില്ലെങ്കിൽ നിർബന്ധമില്ല, കാണാനൊരു ഭംഗിക്കും ആ കാജു കട്ട്ലീൻ്റെ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി ഇങ്ങനെ സൈഡിൽ വരുന്ന ഷേപ്പില്ലാത്ത പീസിനെയൊക്കെ എടുത്തിട്ട് നമുക്ക് കുഴച്ച് ഉരുട്ടിയിട്ട് ഇതേപോലെ വീണ്ടും പരത്തിയിട്ട് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അതിപ്പോൾ ഞാൻ ആ സൈഡത്തേക്കൊന്ന് എടുത്ത് കുഴച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞു പീനട്ട് കട്ട്ലി, അങ്ങനെ വേണമെങ്കിൽ പറയാം പേര്. അപ്പോൾ ആ ഒരു കടല മിഠായി ഞാനിവിടെ ഉണ്ടാക്കി. നല്ല ടേസ്റ്റുള്ള ഒരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ ഏകദേശം 1 കിലോ കിട്ടും. ഒരു 78 പീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമുള്ളവർക്കായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.